ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം സോങ് ആണ് ക്ലാസ് മാറാൻ പോകുന്നതിനെ കുറിച്ച് അവന്റെ സാറിനോട് സംസാരിച്ചാണ്. അങ്ങനെ അതിനു മുമ്പായിട്ട് ഇന്നലെ രാത്രി തന്നെ സോങ് ജിങ്ഷയെ കണ്ട് സംസാരിച്ചാണ്. അങ്ങനെ അവനും ഹുവാൻ പറഞ്ഞ പോലെ എന്റെ അമ്മ പറയുന്നതൊക്കെ എനിക്ക് സന്തോഷമില്ലെന്ന് ഇവനും പറയുമ്പോൾ ജിങ്ഷയാണ് ഷോക്കായിട്ട് ഇവൻ ഹുവാനെ കണ്ടപ്പോ തൊട്ട് അവള് പറയുന്ന മാത്രമേ കേൾക്കുന്നുള്ളെന്ന് ഇവനും കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവന്മാര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിങ്ഷയുടെ അച്ഛനും വന്നിട്ട് നീ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ എന്തോടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനെ ഒന്ന് വഴക്കുറയും. ഇതോടെ അവനാണ് പേടിച്ചു പോയി, ഞാൻ ഫുട്ബോൾ കളിക്കുന്ന കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പൊ അമ്മയ്ക്ക് അറിയാൻ ചോദിക്കുമ്പം നിനക്ക് നിന്റെ അമ്മയെ മാത്രമേ പേടിയുള്ളൂ, നിന്റെ അച്ഛനെ കണ്ടിട്ട് ഒരു പേടിയില്ല എന്ന് പറഞ്ഞ് അവനെ ചോദ്യം ചെയ്യും. വീട്ടിൽ എന്തുകൊണ്ടൊന്നും പറയാതെ ഇവനിങ്ങനെ പുറത്തുനിന്ന് ഫുട്ബോൾ കളിക്കുന്നതിന്. അപ്പോഴാണ് അവനും ഇന്റർനാഷണൽ ലെവലിൽ ടീമിൽ കയറാൻ വേണ്ടി അവൻ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് പറയും. അതുകൊണ്ട് ഇത് കേട്ട് അവന്റെ അച്ഛനാണ് കൊച്ചിൽ എനിക്ക് ഈ ഡ്രീമൊക്കെ ഉണ്ടായിരുന്നു മോനെ, പക്ഷെ അതിനൊക്കെ ടാലന്റ് വേണം, നീ ജസ്റ്റ് ഒരു ടൈം പാസിന് ഇതൊക്കെ ചെയ്തോ ഏതിന് അവനെ അഡ്വൈസ് ചെയ്യുമ്പോൾ അവനാണ് എങ്കിൽ പിന്നെ എന്തിനാ ഇതിനു മുമ്പൊക്കെ എന്നെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞ് അവൻ ആ കാര്യമൊക്കെ പറയും. അപ്പോഴാണ് അവന്റെ അച്ഛനും എങ്കിൽ പിന്നെ നിന്റെ ടാലന്റ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ടുപോയി 2-3 ഗോൾ ഇടാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസമായിരിക്കും സോങ് അവന്റെ ക്ലാസ് ടീച്ചറിനെ കണ്ട് അവൻ ക്ലാസ് മാറാൻ വന്ന കാര്യം പറയുന്നത്. അങ്ങനെ അവന്റെ സാറും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ പാരന്റ്സിനെ കൊണ്ട് സൈൻ വാങ്ങിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അദ്ദേഹം കുറെ പറഞ്ഞു നോക്കിയിട്ടും ഇവനാണ് പാരന്റ്സ് അറിഞ്ഞിട്ട് ഈ കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവന് സന്തോഷത്തോടെ പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവനെ കണ്ട് ശീശാണ് അടുത്തേക്ക് വന്നിട്ട് ഇവന്റെ മുഖത്തുനിന്ന് ഇത്ര സന്തോഷം ജയിക്കും. ഇനി ഒരു പക്ഷേ കോമ്പറ്റീഷനിലും ജയിച്ചാൻ ചോദിക്കുമ്പോൾ അവൻ അതൊന്നല്ല, നീ കോമ്പറ്റീഷന് പോയ എസ്ഐക്ക് ഫസ്റ്റ് കിട്ടിയ കൺഗ്രാചുലേഷൻ പറഞ്ഞ് അവൻ അവിടെ നടന്നു. അപ്പോഴാണ് ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയതുകൊണ്ട് അവൾ നല്ല സന്തോഷത്തിലാവും. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് സോങ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ അച്ഛനും അമ്മയും കൂടെ അവൻ്റെ സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവൻ വരുന്നിട്ട് ഇവന്റെ ക്ലാസ് ടീച്ചർ ഇന്ന് ഫോൺ വിളിച്ച് ഇവൻ ക്ലാസ് മാറിനെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഈ കാര്യം എന്താ ഇവരോട് പറയാത്ത ചോദിക്കുമ്പോൾ അവന് അച്ഛനും അമ്മയും കൂടെ ബിസി ആയതുകൊണ്ട് നിങ്ങളോട് ഈ കാര്യം പറയാത്തെന്ന് പറയും. കൂടാതെ ഇതത്രയ്ക്ക് സീരിയസ് അല്ലാത്തതുകൊണ്ട് അവൻ തന്നെ ഈ കാര്യമൊക്കെ ഹാൻഡിൽ ചെയ്തോളെന്ന് പറയുമ്പോൾ അവന്റെ അമ്മയും ദേഷ്യത്തി ഇത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ വേറെ ഏതോ നിനക്ക് സീരിയസ് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇവൻ ക്ലാസ് മാറുന്ന ചോദിക്കും. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞായിട്ട് നീ ടീച്ചറിനോട് കള്ളം പറഞ്ഞു ചോദിക്കുമ്പോൾ അതേസമയം അവന്റെ അച്ഛനും ഒരു അവന് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹമില്ല, അവന്റെ ആഗ്രഹത്തിന് അങ്ങ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. പക്ഷെ അവന്റെ അമ്മയാണ് സമ്മതിച്ചു കൊടുക്കാതെ നമ്മളൊക്കെ ഇത് മുമ്പേ തീരുമാനം എടുത്തില്ലെന്ന് പറഞ്ഞ് അവനെ കുറെ വഴക്കുറയുമ്പം അവനും പക്ഷെ എന്റെ ആഗ്രഹം ഇതേപോലെ വിദേശത്ത് ചെന്ന് പഠിക്കുന്നതെന്നല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഏത് കോളേജ് പഠിച്ചാലും എനിക്ക് നല്ല കോളേജ് അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞ് അവൻ ആ കാര്യമൊക്കെ പറയും. കൂടാതെ വിദേശത്ത് പഠിക്കാൻ പോലും നമ്മുടെ പൈസ ഇല്ലെന്ന്, പഠിത്തത്തിന് വേണ്ടി നമ്മുടെ കുടുംബം കഷ്ടപ്പെടണമെന്ന് പറഞ്ഞ് അവന്റെ അമ്മയെ ആശ്വാസപ്പെടുത്താൻ നോക്കുമ്പോഴാണ് ഇത് കേട്ട് അവന്റെ അമ്മയാണ് വിഷമിച്ചിട്ട് സോങ് ഞാൻ നിന്നെ വിദേശത്ത് പറഞ്ഞേക്കുന്ന എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നീ വിചാരിച്ചത്, ഞാൻ ആ ടിയാന്റെ അമ്മയൊന്നുമില്ല, എപ്പോഴെങ്കിലും ഞാൻ അവരെ പോലെ നിന്നോട് ബിഹേവ് ചെയ്തിട്ടുണ്ടോ, നീ നിന്റെ അമ്മയെ കുറിച്ച് ഇത്രയും താഴ്ചയാണോടാ വിചാരിക്കുന്നത്, എനിക്കോ കൊച്ചിലെ തൊട്ടേ പഠിത്തമില്ല, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടേക്ക് കണ്ടിട്ട് നിനക്ക് ആ കഷ്ടം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത് എന്നിന് അവന്റെ അമ്മയും പറയുമ്പം ഇത് കേട്ട് അവനും ഓ എനിക്കറിയാമേ നിങ്ങൾ കൊച്ചിലെ തൊട്ടേ എന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ എനിക്കറിയാം, ഞാൻ അതിനൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾ എന്നെ ഫോഴ്സ് ചെയ്യുക, എനിക്ക് നല്ലോണം ബുദ്ധി വരണമെന്ന് പറഞ്ഞ് നിങ്ങൾ കുറെ വാൾനട്ടൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു തരും, പക്ഷെ ഒരിക്കലെങ്കിലും എനിക്കത് ഇഷ്ടമാണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, കൂടാതെ നിങ്ങളാണിക്കുന്ന സ്നേഹം മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്നത്, എങ്കിൽ പിന്നെ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്റെ ആഗ്രഹം എന്തോന്ന് ചോദിച്ചോടെ എന്നിന് ഇവരും ചോദിക്കുമ്പോൾ അവന്റെ അമ്മയും തിരിച്ച് ദേഷ്യപ്പെടും, ഞാൻ നിന്റെ ആഗ്രഹം ഇതുവരെ ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ഇതിനു മുമ്പ് ചോദിച്ചപ്പോഴും നിന്റെ അച്ഛനെ പോലെ എന്ത് പഠിച്ചാലും കുഴപ്പമില്ലെന്നല്ല പറഞ്ഞെന്ന് പറഞ്ഞ് അവനോട് ആ കാര്യം പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ ഇപ്പോഴെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള എന്തോന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനോട് ചോദിക്കും. അങ്ങനെ അതിന് അവന് സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇവന്റെ അമ്മയും ആൺപിള്ളേരെ വളർത്താൻ കഷ്ടമെന്നുള്ള കാര്യം ബാക്കിയുള്ളവർ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല, കാരണം എന്റെ മകൻ അങ്ങനെയല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, പക്ഷെ സോങ് ഞാൻ വിചാരിച്ച തെറ്റാന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി കാണിച്ചു, നീ നിനക്ക് ഈ വാൾനട്ട് ഇഷ്ടമില്ലെങ്കിൽ എന്തുകൊണ്ടാ എന്നോട് ഇതിനു മുമ്പ് നീ പറയാത്ത, ഞാൻ നിനക്ക് വേണ്ടിയില്ല ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് നീ എന്നോട് പറഞ്ഞോണ്ടായിരുന്നു എന്നിന് അവനോട് ദേഷ്യപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അവനിപ്പോ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ആ ടിയാന്റെ അമ്മയെ പോലെ ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് അവന്റെ അമ്മയാണ് ദേഷ്യത്തി റൂമിലേക്ക് ചെന്നതിന്റെ ബുക്സ് ഒക്കെ എടുത്തോണ്ട് വരും, നിനക്ക് വിദേശത്ത് പഠിക്കണ്ടല്ലേ എങ്കിൽ പിന്നെ ഈ ബുക്കൊക്കെ എന്തിനാ നീ ഇതല്ല ഇപ്പൊ തന്നെ വേസ്റ്റിലേക്ക് എറിഞ്ഞേക്ക് എന്നിട്ട് അവന്റെ അമ്മയും ദേഷ്യത്തി റൂമിലേക്ക് കയറി പോകും. അതിനുശേഷം ഇത് കേട്ട് ജിങ്ഷിയാണ് നീ എന്തിനാടെ ക്ലാസ് മാറി പോന്നേന്ന് പറഞ്ഞ് അവന് ഷോക്കാകുമ്പം സോങ്ങും അവന്റെ ആഗ്രഹം ഇവിടെ തന്നെ ഒരു നല്ല കോളേജിൽ മെഡിക്കൽ പഠിക്കുന്നതെന്ന് പറയും. പക്ഷെ ഇതിപ്പോ വീട്ടിൽ പറഞ്ഞ സീനാന്ന് വിചാരിച്ച അവൻ ഇതുവരെ പറയാത്ത. അതുകൊണ്ട് ഇത് കേട്ട് ജിങ്ഷിയാണ് പേടിച്ചിട്ട് നിന്റെ അമ്മയ്ക്ക് നിന്റെ അച്ഛൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഇഷ്ടപ്പെട്ടില്ല, കാരണം അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ടാ നിന്നെ ഡോക്ടർ ഒരിക്കലും പഠിക്കാൻ സമ്മതിക്കില്ലെന്ന് അവർ തീരുമാനിച്ചിരുന്നത്, പക്ഷെ നിനക്ക് ഡോക്ടർ തന്നെ പഠിക്കണം. ഇപ്പോ ഇതൊക്കെ ഇനി നിന്റെ അമ്മ അറിയാൻ തീർന്ന് അവർ ചുമ്മാ തന്നെ ദേഷ്യത്തില്ല, നീ ക്ലാസ് മാറി കാര്യം അറിഞ്ഞ് ഞാൻ തന്നെ ഇവിടെ വിഷമിച്ചിരിക്കുക, പിന്നെ നിന്റെ അമ്മയെ കുറിച്ച് പറയണം ഏതെങ്കിലും ഇവനും കൂടെ അഡ്വൈസ് ചെയ്യുമ്പോഴാണ് സോങ് എങ്കിൽ പിന്നെ എന്റെ ആഗ്രഹത്തിന്
എനിക്ക് ക്ലാസ് മാറാൻ ഇഷ്ടം എന്ന് പറയും. അതോടെ ജിങ്ഷിയാണ് ദേഷ്യത്തി ഇതൊക്കെ നീ കാരണോടി നടക്കുന്നതെന്ന് പറഞ്ഞ് ഹുവാനെ വഴക്കുറയും. അപ്പോഴാണ് അവൾക്കൊന്നും മനസ്സിലാവാതെ ഞാൻ എന്തോ ചെയ്തെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ നോക്കും. അതിനുശേഷം അവസാനം ജിങ്ഷിയും എങ്കിൽ പിന്നെ നീ തന്നെ ഇനി തീരുമാനം എടുത്തോന്ന് പറഞ്ഞ് സോങ്ങിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഹുവാനപ്പം നീ നിന്റെ പാരന്റ്സിനെ എതിർക്കാൻ തന്നെ തീരുമാനം എടുത്തോന്ന് പറഞ്ഞിട്ട് അവൾ ഷോക്കാകും. അപ്പോഴാണ് സോങ്ങും നീ നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിച്ചോന്ന് പറഞ്ഞിട്ട് അവളുടെ ഡ്രീം കണ്ടെത്താൻ പറയുമ്പോൾ ഇവളാണ് അങ്ങനെ ഒരു ഡ്രീം ഇതുവരില്ലെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് സൈലന്റ് ആകും. അങ്ങനെ അതിനുശേഷം സോങ് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവിടെ ജിങ്ഷിയും ഞാൻ സോങ്ങിന് സമാനപ്പെടുത്താനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലാതെ ഇവന്റെ കുടുംബത്തോട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായ പിന്നെ മൊത്തത്തിൽ സീനായി പോകുന്ന പറഞ്ഞിട്ട് ഇവളുടെ കൂടെ ചേർന്ന് എങ്ങനെയൊക്കെ അവരുടെ ഫാമിലി പ്രോബ്ലം തീർക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ അതുകൊണ്ട് ജിങ്ഷിയും സോങ്ങിന്റെ അച്ഛനെ കണ്ട് സംസാരിക്കുന്ന പറയുമ്പോൾ ഇവളാണ് പേടിച്ചിട്ട് എങ്കിൽ പിന്നെ ഞാൻ അവന്റെ അമ്മയെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇവളും ടെൻഷനായിരിക്കും. അങ്ങനെ അതിനുശേഷം ജിങ്ഷി അവന്റെ അച്ഛനെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ സോങ്ങിന്റെ അച്ഛനെ സമാനപ്പെടുത്താൻ നോക്കുന്ന ഇവനാണ് ഒരു മകനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നല്ല കാര്യം എന്ന് പറഞ്ഞ് കുറെ അഡ്വൈസ് ഒക്കെ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് സോങ്ങിന്റെ അച്ഛനും അതൊക്കെ ഇരിക്കട്ടെ നീ ഞാൻ അറിയാതെ വേറെ ഡോക്ടറിനെ കണ്ട് ഒരു എക്സ്റേ എടുത്തെന്ന് അറിഞ്ഞായിരുന്നില്ല നിന്റെ കാലിന് എന്തോടെ പ്രശ്നം നീ വീട്ടുകാരറിയാതെ എന്തോ സത്യം മറച്ചു വയ്ക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നീ പോയി സ്കാൻ ചെയ്യണം എന്നിന് അദ്ദേഹം പറയുമ്പം ഇവനാണ് പേടിച്ചിട്ട് സോങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഇപ്പൊ എനിക്കിട്ട് പണിയായില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഈ കാര്യം അവന്റെ അമ്മയോട് പറയില്ലെന്ന് പറയും. അപ്പോഴാണ് അദ്ദേഹം അതൊക്കെ എക്സ്റേ എടുത്തിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവനെ അങ്ങ് പറഞ്ഞയക്കും. ഇതേ സമയം ഇവിടെ ഹുവാനും സോങ്ങിന്റെ അമ്മയെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു വരുമ്പം അവിടെ വീട്ടിൽ സോങ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ അതിനേശം അവളും ഈ ഫുഡ് കഴിച്ചോ ചോദിക്കുമ്പോൾ അവൻ ഞാൻ ഇപ്പോഴാ കഴിക്കാമെന്ന് പറഞ്ഞ് ഇവളും കൂടെ വിളിച്ചിരുത്തും. അപ്പോഴാണ് അവളുടെ അമ്മയും സോങ്ങിനെ ഫോൺ വിളിച്ച് ഹുവാൻ അവിടെ ഉണ്ടോ ചോദിക്കുമ്പോൾ ഇവന് ഹുവാൻ ഇപ്പൊ എന്റെ കൂടെ പഠിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ ഇത് കേട്ട് ഇവളാണ് ജീനിയസ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് കള്ളം പറയാന്ന് പറഞ്ഞിട്ട് അവള് ഷോക്കായിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ സോങ്ങിന്റെ അമ്മ ഇവളുടെ അമ്മയായിട്ടൊക്കെ ഇവിടെ കരഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുക. അങ്ങനെ കൊച്ചിലെ തൊട്ട് എന്റെ ജോലിയെല്ലാം എടുത്തു കളഞ്ഞ് ഞാൻ അവന് വേണ്ടിയാ ജീവിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും. പക്ഷെ എന്നിട്ടും അവൻ ഇപ്പൊ എന്നെ നോക്കി ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്നോന്ന് ആ കാര്യമൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോൾ ഇവിടെ ഇവരെല്ലാരും കൂടെ അവന്റെ അമ്മയെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതേസമയം അവിടേക്ക് വരുന്ന ടിയാന്റെ അമ്മയാണ് നീ ഇങ്ങനെ സോങ്ങിന് ഫോഴ്സ് ചെയ്യല്ലേ അവനൊരു പാവപ്പെട്ട പയ്യൻ അവന് വിദേശത്ത് പഠിക്കണ്ടെങ്കിൽ അവനിങ്ങ് വിട്ടേക്ക് എന്നിന് ഇവരും വന്ന് ജാട കാണിക്കുമ്പോൾ പെട്ടെന്ന് സോങ്ങിന്റെ അമ്മ ഇവരുടെ ഫ്രണ്ട് തോറ്റു കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും എന്റെ മോനെയൊക്കെ ഫോഴ്സ് ചെയ്ത അവന് വിദേശത്ത് പോകണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല അവന്റെ ആഗ്രഹത്തിന് അവൻ ഇവിടെ തന്നെ പഠിച്ചോട്ടെ അല്ലാതെ നിങ്ങളെ പോലെയൊക്കെ ഞാൻ ഫോഴ്സ് ചെയ്യുക എന്നിട്ട് ടിയാന്റെ അമ്മയാക്കി അങ്ങ് വിടും. എന്നിട്ട് രാത്രി ആഹാരം കഴിക്കാൻ വേണ്ടി സോങ് കിച്ചണിലേക്ക് വരുമ്പോഴാണ് ഇവിടെ അവന്റെ അച്ഛനാണ് കോഴി വാങ്ങിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തോണ്ടിരിക്കും. കാരണം ഇയാൾ ഡോക്ടർ ആയതുകൊണ്ട് ഇങ്ങനെ പാചകം ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം അവന്റെ അച്ഛൻ അവനോട് നിന്നെ ക്ലാസ് മാറണമെങ്കിൽ നാളെ തന്നെ ടീച്ചറിനോട് പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് ഇദ്ദേഹം ഇന്ന് തന്നെ സൈൻ ഇട്ട് കൊടുത്തെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനാണ് ഷോക്കായിട്ട് എങ്കിൽ പിന്നെ അമ്മ അറിയാതെ ഇതൊക്കെ ചെയ്യുന്ന സീനെല്ലാം ചോദിക്കുമ്പോൾ അവിടേക്ക് അവന്റെ അമ്മയും വന്നിട്ട് നിങ്ങൾ പാചകം ചെയ്യണോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വഴക്ക് പറഞ്ഞിട്ട് പാചകം ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് സോങ് അവന്റെ അമ്മയോട് അമ്മ ഞാൻ മറ്റേ വിദേശത്ത് പഠിക്കാനുള്ള ബുക്സ് ഒക്കെ തിരിച്ചു വാങ്ങിച്ചു പക്ഷെ അച്ഛനാണ് ഇപ്പൊ എന്നോട് ക്ലാസ് മാറാൻ പറഞ്ഞ് ഏതിന് ഇവനും പറയുമ്പോൾ എങ്കിൽ പിന്നെ നിന്റെ അച്ഛൻ പറയുന്നതിന്റെ കേട്ടാന്ന് പറഞ്ഞ് പെട്ടെന്ന് അവരുടെ ദേഷ്യപ്പെടും. നിനക്ക് ഇവിടെ തന്നെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് കോമ്പറ്റീഷനിലെ പങ്കെടുത്ത് എന്റെ ആഗ്രഹം മുമ്പേ തന്നെ വർദ്ധിപ്പിച്ചേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും കോമ്പറ്റീഷന് പോകുന്നത് എനിക്ക് കുറച്ച് ടൈം പാസ് ആയെന്ന് പറയുമ്പോൾ അവന്റെ അച്ഛനും അതും ശരി എങ്ങനെ കോമ്പറ്റീഷനിൽ പോയി പൊട്ടിക്കുന്നതൊക്കെ ഒരു ത്രില്ലല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് മോനെ ഞാൻ പേഷ്യന്റിനെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ മറ്റുള്ള ഡോക്ടേഴ്സിനെക്കാളും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത് ഏതിന് അവരുടെ ചിരിച്ച് സംസാരിക്കുമ്പോൾ ഇവരെ നോക്കുന്ന അമ്മയെ കണ്ട് രണ്ടുപേരും കൂടെ സൈലന്റ് ആകും. അങ്ങനെ അതിനുശേഷം അച്ഛനാണ് ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് നിന്റെ അമ്മ സമ്മതിച്ചോണ്ടാടാ ഞാൻ നിന്നെ ക്ലാസ് മാറാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇപ്പൊ തന്നെ ഫ്രീഡത്തോടെ ജീവിക്കാൻ വേണ്ടി പറയും അല്ലാതെ കല്യാണം കഴിച്ച എന്നെ പോലെ തന്നെ പെട്ടോ എന്ന് പറഞ്ഞ് അവനെ വാൺ ചെയ്തിട്ട് അങ്ങ് പോകും. അതേസമയം ഇവിടെ ഹുവാന് ജിങ്ഷിയെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അവനിപ്പോ നീ പറഞ്ഞു കേട്ട് അവസാനം സോങ് ക്ലാസ് മാറാൻ പോവാന്ന് പറയും. അപ്പോഴാണ് അവളും ഞാൻ പറഞ്ഞോണ്ടെന്നല്ല നീ നിന്റെ ഫുട്ബോളിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് നിന്നെ പോലെ തന്നെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയാ അവൻ ക്ലാസ് മാറാൻ പോകുന്നതെന്ന് പറയും. അതോടെ ജിങ്ഷി ഷോക്കായിട്ട് അപ്പോ അവ എന്നെ നോക്കിയിട്ടാണ് ഈ തീരുമാനം എടുത്തത് എങ്കിൽ പിന്നെ നീ എന്നെ നോക്കി തീരുമാനം എടുത്തോ കാരണം അവസാനം സക്സസ് ആകത്തേ ഉള്ളു ഏതിന് അവനും പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവള് സന്തോഷത്തി അപ്പൊ സോങ് ക്ലാസ് മാറാൻ അവന്റെ അമ്മ സമ്മതിച്ചോന്ന് പറഞ്ഞിട്ട് ഇവള് വീട്ടിൽ ചെന്ന അവളുടെ അച്ഛനോട് സോങ്ങിന്റെ അമ്മ സത്യത്തിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനേശം അച്ഛനും എങ്കിൽ പിന്നെ ഞാൻ ജോലിക്ക് പെട്ടെന്ന് തന്നെ പോകും അതുകൊണ്ട് ഇപ്പൊ തന്നെ വിഷമിക്കായിരിക്കും എന്നെ കണ്ടോന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അതിനേശം ഇവിടെ ഹുവാനും അവളുടെ ഡ്രീം കണ്ടെത്താൻ വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ അമ്മ അടുത്തേക്ക് വന്നിട്ട് നിന്റെ അപ്പൂപ്പൻ കല്യാണ പെണ്ണിന് നോക്കുന്നേക്കാളും നീ കുറെ സമയം നോക്കണമെന്ന് പറഞ്ഞ് ഇവൾക്ക് സോങ്ങിനെ പോലെ ഒരു ഡ്രീം കണ്ടെത്തണം ചോദിക്കും. അപ്പോഴാണ് അവളും സോങ്ങിനെ പോലെയല്ല ജിങ്ഷിയെ പോലെ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അവൾക്ക് ജിങ്ഷിയോടെ നല്ല ക്രഷ് ആയിപ്പോ അതിനേശം അടുത്ത ദിവസം സോങ് ഇനി തൊട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ഞാൻ നിങ്ങളുടെ ക്ലാസ് വരുമെന്ന് പറയുമ്പോൾ ഇവിടെ അവരെല്ലാം കൂടെ ഭയങ്കര സന്തോഷത്തിലാവും. അതിലെ ശീഷിക്കായിരിക്കും നല്ല സന്തോഷം വരുന്നത്. അങ്ങനെ ക്ലാസ്സിലേക്ക് സോങ് കയറി വരുമ്പോഴാണ് അവരുടെ ക്ലാസ്സിലെ ലീഡറാണ് ഞങ്ങളുടെ ഹുവാനെ കാണാൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറഞ്ഞ് അവനെ കളിയാക്കും. അപ്പോഴാണ് ഇത് കാരണം അസൂയ വരുന്ന ശീശിയും ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവളെ വഴക്കുറയുമ്പോൾ ജിങ്ഷിയാണ് ഇവൻ എനിക്ക് വേണ്ടി വന്നതെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ടുപോകും. അതിനേശം ഇവിടെ ശീശിയും അവളുടെ പുറകെ സോങ് ഇരിക്കുന്നുണ്ട് അവൾ സന്തോഷത്തിരിക്കും. അതിനേശം ഇവിടെ ഇന്റർവൽ സമയത്താണ് ജിങ്ഷി സ്പോർട്സ് കോമ്പറ്റീഷൻ വരുന്നുണ്ട് നിങ്ങൾ ആരെയൊക്കെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന പറഞ്ഞ് എല്ലാവരും
ക്ഷണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവരാരും തന്നെ ഒരു മത്സരത്തിൽ പങ്കെടുക്കത്തില്ല. അങ്ങനെ അതിനുശേഷം വേറെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തനാണ് ജിങ്ഷയെ വന്ന് കളിയാക്കും, സ്പോർട്സ് കോമ്പറ്റീഷന് പങ്കെടുക്കാത്ത നിങ്ങളുടെ ക്ലാസ് ഒക്കെ നാണം കെട്ട് നിൽക്കത്തേ ഉള്ളെന്ന്. അങ്ങനെ അതുകൊണ്ട് ജിങ്ഷയും എങ്കിൽ പിന്നെ നമ്മുടെ ക്ലാസ് തമ്മിൽ മത്സരം വയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചലഞ്ച് ചെയ്യും. അങ്ങനെ മത്സരത്തിൽ ജിങ്ഷയുടെ ക്ലാസ് ജയിക്കുവാണ് ഇനി തൊട്ട് അവനെ ബോസ് ആയിട്ട് വിളിക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് മറ്റൊരും ജയിച്ചിട്ട് അതോ നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഹുവാനെ വിളിച്ചു നോക്കുമ്പോൾ അവളാണ് എനിക്കൊന്നും ഓടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾ നൈസിനങ്ങ് മുങ്ങും. അപ്പോഴാണ് സോങ് അവൾ എന്തിനെ ഫോഴ്സ് ചെയ്യുന്ന പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവന് വേറെ ക്ലാസ് ആയിട്ട് ചലഞ്ച് ചെയ്ത് പക്ഷെ 1500 മീറ്റർ മാത്രം ആരും പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇവൻ അതിനുവേണ്ടി ഹുവാനെ വിളിക്കുന്നതെന്ന് പറയും. അങ്ങനെ നമ്മുടെ ക്ലാസ് തോറ്റു കൊടുക്കലെന്ന് ജിങ്ഷിയും പറയുമ്പോൾ സോങ് ആണ് നീ തോറ്റു കൊടുക്കാതിരിക്കാനില്ലടാ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഓരോ ദിവസം ഇവളെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ജിങ്ഷിയും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവളാണ് അവസാനമായി സമ്മതിച്ചു കൊടുക്കത്തില്ല. അതിനുശേഷം വൈകിട്ട് ഇവിടെ ജിങ്ഷിയും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവന്റെ അച്ഛനാണ് മറ്റേ സോങ്ങിന്റെ അച്ഛൻ ഇവനെ കുറിച്ചുള്ള കാര്യം വീട്ടിൽ ഒന്ന് പാര വയ്ക്കാൻ പോയതാന്ന് പറയും. ഒരു ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇവന്റെ അമ്മ അറിഞ്ഞ് സീനായെന്ന് പറയുമ്പോൾ അവന് ഭാഗ്യത്തിന് അച്ഛൻ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് താങ്ക്സ് പറയും. അതിനുശേഷം അവന്റെ അച്ഛനാണ് എങ്കിൽ പിന്നെ ഇവന്റെ കാലിന് അത്രയ്ക്ക് സീരിയസ് ആയിട്ട് പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്റെ കാലിന് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി കളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതേ സമയം തന്നെ ഇവന്റെ കാലിന്റെ എക്സ്റേ എല്ലാം അവന്റെ അമ്മയ്ക്കും കിട്ടി കാണും. അങ്ങനെ അതുകൊണ്ട് അവരാണ് ഇപ്പൊ നല്ല ദേഷ്യത്തിലുള്ള. അങ്ങനെ സോങ്ങിന്റെ അച്ഛനും അവൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന അത്രയ്ക്ക് നല്ലതല്ലെന്ന് പറഞ്ഞ് അവന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഈ പയ്യൻ അതൊന്നും കേൾക്കാതെ എപ്പോഴും പുറത്ത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞ് അവനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവന്റെ അച്ഛനെ പോലെ തന്നെ അവനും ഈ ഫുട്ബോളിന്റെ പുറകെ തന്നെ പോയി അവന് ലൈഫിന് ഇല്ലാതാക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഹുവാനും കേട്ടോണ്ടിരിക്കും. അങ്ങനെ അതിന് ഇവരൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇവരുടെ സ്കൂളിൽ സ്പോർട്സ് കോമ്പറ്റീഷൻ വരാമെന്ന് അറിയാൻ വരും. അങ്ങനെ അതുകൊണ്ട് ഹുവാന്റെ അമ്മയും നീ വല്ല കോമ്പറ്റീഷന് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അവളോട് ചോദിച്ചിട്ട് ഇവൾ ഒരു മത്സരത്തിലും പങ്കെടുക്കാതെ ഓഡിയൻസ് ആയിട്ട് ചെന്ന് നോക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവളും ഞാനൊരു കോമ്പറ്റീഷനും പങ്കെടുത്തില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. കാരണം അവൾക്ക് എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ അമ്മ ഇവളെ മത്സരത്തിലൊന്ന് പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ജിങ്ഷയുടെ അമ്മയാണ് അവൻ ആശുപത്രിയിലേക്ക് വിളിച്ചുകൊണ്ടായിട്ട് ഇനിയിപ്പോ ഇവൻ ഒരിക്കലും ഫുട്ബോൾ കളിക്കേണ്ടെന്ന് പറയും. അപ്പോഴാണ് അവന്റെ അച്ഛനും കൂടെ അവൻ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി അവർ കുറെ സംസാരിച്ചു വെക്കും. അപ്പോഴാണ് അവസാനം അവന്റെ അമ്മയും ഒരു തീരുമാനം എടുക്കുന്നത് എങ്കിൽ പിന്നെ ഇനി ഒരു പ്രാവശ്യം അവന് പരിക്ക് പറ്റുവാണ് അവൻ പിന്നെ ഫുട്ബോളിന്റെ സൈഡ് തന്നെ തിരിഞ്ഞു പോയില്ലെന്ന്. അങ്ങനെ അതിന് ജിങ്ഷി സമ്മതിച്ചിട്ട് അവന്റെ അച്ഛൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവര് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവർ ഇപ്പൊ തന്നെ അമ്മ അറിയാതെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് വന്നേക്കുക. അങ്ങനെ അതുകൊണ്ട് അവിടെയൊക്കെ അവന്റെ അമ്മ എന്നുടനെ ഇവരുടെ TV ആണെന്ന് വല്ല ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അമ്മയാണ് അടുത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ വിയർപ്പിന്റെ നാറ്റൊക്കെ കണ്ട പോയി ഫുട്ബോൾ കളിച്ചിട്ടാണ് വന്നേന്ന് പറഞ്ഞ് അവരെ വഴക്കുറയും. പക്ഷെ അവർ രണ്ടുപേരാണ് ആ സമ്മതിച്ചു കൊടുക്കത്തില്ല. അപ്പോഴാണ് അവന്റെ അമ്മയും ഇവന്റെ കാലിപ്പോ വയ്യായിരിക്കുന്നുണ്ട്, സോങ്ങിന്റെ അച്ഛൻ തൽക്കാലം റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് സ്പോർട്സ് കോമ്പറ്റീഷനിലൊന്നും പങ്കെടുക്കലെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവനാണ് ഷോക്കായിട്ട് ഈ സ്പോർട്സ് കോമ്പറ്റീഷന് ഞാനാമേ ലീഡർ എന്ന് പറഞ്ഞിട്ട് അവൻ പുറകെ തന്നെ ചെന്ന് സംസാരിച്ചു വെക്കും. പക്ഷെ അവന്റെ അമ്മ ഇവന്റെ കാലിന് വയ്യായിരിക്കുന്നുണ്ട്, സ്പോർട്സിലൊന്നും പങ്കെടുക്കാതെ വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതുകൊണ്ട് അവന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇതെല്ലാം കാണുന്ന ഹുവാനാണ് ഇവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവള് ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാന്ന് പറഞ്ഞ് ഇവനെ മെസ്സേജ് ഇടും. അങ്ങനെ അതുകൊണ്ട് അവനാണ് സന്തോഷത്തി ഓ എന്റെ പൊന്നു ഹുവാന് നീയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഏതിന് അവൻ അവിടെ നിന്ന് ഇവൾക്ക് താങ്ക്സ് പറയും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവനെ സന്തോഷത്തി അവൾ കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഇവളുടെ മനസ്സ് പെട്ടെന്ന് മാറുള്ള കാരണം എന്താ ചോദിക്കും. അങ്ങനെ അവൾ ഇവനെ വേണ്ടിയാണ് മത്സരത്തിൽ പങ്കെടുത്തത്, അതുകൊണ്ട് ആ കാര്യം ഇവനോട് പറയാതെ ഒരു പെൺകുട്ടിയുടെ മനസ്സ് നീ പഠിക്കാൻ നോക്കല്ലേ മോനെ എന്ന് പറഞ്ഞ് അവനെ അങ്ങ് സൈലന്റ് ആക്കും. അങ്ങനെ ജിങ്ഷിക്കും കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പറ്റാത്തോണ്ട് ഇനിയിപ്പോ ഇവള് മാത്രമേ ഉള്ളൂ വിശ്വാസം. അതേസമയം അവൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കാര്യമൊന്നും അമ്മ അറിയില്ലെന്ന് ഇവനോട് പറയുന്നത്. അതിനുശേഷം അവിടേക്ക് വരുന്ന സോങ് ആണ് ഇവിടെ എന്തോ ഭയങ്കര സംസാരം പറഞ്ഞിട്ട് അവനും കാര്യമില്ല മനസ്സിലാക്കും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് തൊട്ട് ഇവിടെ ജിങ്ഷി അവളായിട്ട് ട്രെയിനിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ശീശിയാണ് അവളൊരു റണ്ണിങ് റേസിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സോങ് വന്ന് ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ ചോദിക്കും. അപ്പോഴാണ് അവനും എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല, നീ വേണം ജിങ്ഷിയോട് ചോദിക്കുന്ന പറഞ്ഞ് അവന്റെ അടുത്ത് പറഞ്ഞയക്കാൻ നോക്കുമ്പോൾ ഇവളെങ്കിൽ പിന്നെ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഓരോ ദിവസം ഇവിടെ ജിങ്ഷി അവൾക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് മറ്റേ വേറെ ക്ലാസ്സിലെ പയ്യനും ആരോടിയാലും നിങ്ങൾ പൊട്ടി പോകത്തേളെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഹുവാനും നീ അതിനെ വല്ല മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനെ ഷോ കാണിക്കാതിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം ഇവൾ ക്ഷീണിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവളുടെ അമ്മയും ഇവളെന്തോ ഇത്ര വിയർത്തൊക്കെ വന്നേക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും സാറ് കുറച്ച് വർക്ക് തന്നെന്ന് പറഞ്ഞ് ഇവൾ കുറെ കള്ളം പറയുമ്പോൾ അവളുടെ അമ്മ എങ്കിൽ പിന്നെ നിന്റെ ബോഡിക്ക് അധികം ഭാരം കൊടുക്കാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി സാറിനോട് പറയാൻ വേണ്ടി പറയും. അതുകൊണ്ട് ഇവൾ അതൊക്കെ പറയാന്ന് പറഞ്ഞ് അവളുടെ അമ്മ അങ്ങ് പറഞ്ഞയക്കും. അങ്ങനെ അടുത്ത ദിവസം ഇവർ സ്കൂളിൽ ഗ്രാൻഡ് ആയിട്ട് സ്പോർട്സ് കോമ്പറ്റീഷൻ നടക്കുമ്പോഴാണ് ഇവിടെ ഹുവാനാണ് രാവിലെ തന്നെ വയറുവേദന എടുക്കും. അങ്ങനെ അതുകൊണ്ട് അവളുടെ കൂട്ടുകാരിയും കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ അതൊന്നും വേണ്ടെന്ന് പറയും. കാരണം ഇവളുടെ മത്സരം ഇപ്പൊ തുടങ്ങാൻ പോവുക. അതേസമയം ഇപ്പോഴും പുറത്തിരുന്നിട്ട് ചെയ്യാൻ ഈ മത്സരം നോക്കാതെ അവനിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതിനും ഭേദം ക്ലാസ് വെക്കുന്നത് നല്ലതെന്ന് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ ജിങ്ഷി മത്സരത്തിൽ പങ്കെടുക്കത്തില്ലെന്ന് അറിഞ്ഞ് ഇവരെ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് അതേസമയം ആദ്യത്തെ മത്സരത്തിൽ തന്നെ ജിങ്ഷി ഒന്ന് പങ്കെടുക്കും. അങ്ങനെ അതുകൊണ്ട് ഇവരെ ഷോക്കായിട്ട് ജിങ്ഷി അപ്പം മത്സരത്തിൽ പങ്കെടുക്കുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവന് വേണ്ടി ചിയർ ചെയ്തോണ്ടിരിക്കും.
വിളിക്കും. അങ്ങനെ അതിനുശേഷം ആദ്യത്തെ റേസിൽ തന്നെ ജിങ്ഷിയും വിജയിച്ച ഉടനെ അടുത്ത റേസിന് ഹുവാനെ ആയിരിക്കും വിളിക്കുന്നത്. അങ്ങനെ അവൾ 1500 മീറ്റർ ഓടാൻ വേണ്ടി അവിടേക്ക് നിൽക്കുമ്പോഴാണ് അവിടെ അനൗൺസ് ചെയ്യുന്ന മൈക്കിരുന്ന് സോങ് ആണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ലിറ്റിൽ പ്രിൻസസ് ഇറങ്ങി എന്ന് പറഞ്ഞ് അവൻ ഇവളെ കുറിച്ച് പൊക്കി പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവളും കുറച്ച് നാണക്കേടോടെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവൾ ഓടാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവളുടെ മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവൾ കുറച്ചും ദൂരം ഓടുമ്പോൾ തന്നെ ഇവൾക്ക് ചെറുതായിട്ട് വയ്യായ്മയൊക്കെ വന്നു തുടങ്ങും. പക്ഷെ അതൊന്നും കണക്കെടുക്കാതെ എന്നെ ഞാൻ തന്നെ കോൺഫിഡന്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നറിഞ്ഞ് അവളോട് പറഞ്ഞോണ്ട് ആ റേസ് കണ്ടിന്യൂ ചെയ്ത് 2ാമത്തെ സ്ഥാനത്ത് വരും. അങ്ങനെ അതോടെ അവൽ അങ്ങോട്ട് നടന്നു പോകുമ്പോഴാണ് ഇവള് പെടുന്ന ബോധമില്ലാതെ അവിടെ തന്നെ അങ്ങ് വീണു പോകും. അപ്പോഴാണ് ഇത് കാണുന്ന സോങ് ആണ് ഓടി വന്ന് ഇവിടെ പൊക്കെടുത്തോണ്ട് ക്ലിനിക്കിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ ജിങ്ഷി ഓട്ട മത്സരിച്ച് പോയതുകൊണ്ട് അവൻ ഈ കാര്യം അറിഞ്ഞു കാണത്തില്ല. അങ്ങനെ അതിനുശേഷം ഷീഷിയാണ് അവൾ കൂടെ ഇരുന്ന് ഹുവാനെ നോക്കിക്കോളാം പറഞ്ഞിട്ട് ഇവൻ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകാൻ പറയും. അങ്ങനെ അതിനുശേഷം ഇവളൊന്ന് അടുത്തേക്ക് ഇരിക്കുമ്പോഴാണ് ഷീഷി രാവിലെ കഴിക്കാത്തോണ്ടായിരിക്കും ഇവള് തലയിറങ്ങി വീണെന്ന് വിചാരിക്കും. പക്ഷെ ഹുവാൻ അപ്പോഴായിരിക്കും പറയുന്നത് അവൾക്ക് ഇന്ന് പീരീഡ്സ് ആണെന്ന്. അങ്ങനെ അതുകൊണ്ട് ഷീഷി എങ്കിൽ പിന്നെ ഞാൻ കടയിൽ സാധനം വെച്ചില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ അതേസമയം ഇവളുടെ സോങ്ങും കടയിൽ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോഴാണ് ഇവളെ കണ്ടിട്ട് ഞാൻ 2 പേരുടെ ബില്ല് അടച്ചോളാം പറഞ്ഞ് ഇവളുടെ ആയിരിക്കും സാധനം എടുക്കാൻ പറയുമ്പോൾ അവൾ അതൊന്നും കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്ക് അടച്ചോളാം എന്ന് പറയും. അങ്ങനെ അവനും പറ്റത്തില്ല ഞാനേ അടയ്ക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവസാനം ഇവളുടെ സാധനം വായിക്കുമ്പോഴാണ് അവന് മൊത്തത്തിൽ സ്റ്റണ്ണായി കുറച്ച് നാണിച്ചിട്ട് അവസാനം ആ ബില്ലാം കൊടുക്കും. ഇതേ സമയം മത്സരം കഴിഞ്ഞിരുന്ന ജിങ്ഷിയാണ് ഇവൾക്ക് ഇത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടിച്ചില്ലും. അപ്പോഴാണ് അവളും എനിക്ക് വയ്യ ജിങ്ഷി എന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഇവനും പഠിച്ചിട്ട് എങ്കിൽ പിന്നെ നമുക്ക് ആശുപത്രി പോകാന്ന് പറഞ്ഞ് ഇവളെ വിളിക്കും. അതിനുശേഷമായിരിക്കും അവള് പറയുന്നത് ചുമ്മാ ഇവനെ കളിയാക്കിയതാണെന്ന്. അതിനുശേഷം അവനും ദേഷ്യത്തി ഇതൊക്കെ ഒരു തമാശയാണെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ എന്തോ സംഭവിച്ചെന്ന് ചോദിക്കും. അങ്ങനെ അവൾ ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല നമ്മുടെ ക്ലാസ് ഇപ്പൊ വിജയിച്ചില്ലെന്ന് പറഞ്ഞ് അവള് മത്സരത്തിനെ കുറിച്ച് തിരക്കുമ്പോൾ ഇവൻ അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഞാൻ ഓടിക്കഴിഞ്ഞ് ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഇവിടേക്ക് ഓടിയെത്തിന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് ഓടിയിരുന്ന ഇവരുടെ ക്ലാസിന്റെ പിള്ളേരും ഹുവാന് 3rd പ്ലേസ് കിട്ടിയെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവരുടെ ക്ലാസ്സിന് നല്ല പോയിന്റ് കിട്ടി. എന്നിട്ട് ഇവളുടെ കയ്യിരിക്കുന്ന ഗ്ലൂക്കോസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇവര് പോകാന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവിടുത്തെ നഴ്സാണ് കാണത്തില്ല. അപ്പോഴാണ് ജിങ്ഷിയും ഇതൊക്കെ സിമ്പിൾ വരെ ഞാൻ എടുത്തരാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ പതി എടുത്തോണ്ടിരിക്കുമ്പോഴാണ് സോങ് ആണ് ഇതെങ്ങനെ എടുക്കുന്നെന്ന് പറഞ്ഞ് അവനും പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവസാനം ജിങ്ഷി ആ നീഡിൽ വലിച്ചൂരി കളഞ്ഞിട്ട് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ മത്സരമെല്ലാം കഴിഞ്ഞ് ഹുവാൻ അവളുടെ അമ്മയെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവളുടെ അമ്മയാണ് ഇവളുടെ കയ്യിലെ പാട് കണ്ടിട്ട് ഇവളെന്തിനാ ഗ്ലൂക്കോസെ കയറ്റം ചോദിക്കും. അതിനുശേഷം അവരറിയാൻ വരുന്ന ഇവരെത്ര പറഞ്ഞിട്ടും അവൾ അവസാനം സ്പോർട്സ് കോമ്പറ്റീഷന് പങ്കെടുത്തെന്ന്. അങ്ങനെ അതുകൊണ്ട് അവളെ വഴക്കുറഞ്ഞ് ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് കുറെ ചെക്ക് ചെയ്യും. അപ്പോഴാണ് അവൾ എനിക്കൊന്നും കുഴപ്പമില്ല ഞാൻ ഫുൾ ഓക്കെ എന്ന് പറഞ്ഞ് അവളുടെ അമ്മയെ സമാനപ്പെടുത്തുമ്പോൾ അവളുടെ അമ്മ എങ്കിൽ പിന്നെ ഗ്ലൂക്കോസ് കുത്തറിയാത്ത ഏത് ഡോക്ടറാ ഇവളുടെ സ്കൂളിൽ ഉള്ളതെന്ന് ചോദിക്കും. കാരണം ജിങ്ഷി വലിച്ചു പിടിച്ചോണ്ട് അവളുടെ കൈ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുക. അതുകൊണ്ട് അവളാണ് പേടിച്ചുപോയി ഇത് ഡോക്ടർ ചെയ്തെന്നല്ല ഞാനായിട്ട് വലിച്ചൂരിതാന്ന് പറഞ്ഞ് ജിങ്ഷി അങ്ങ് രക്ഷിക്കും. അങ്ങനെ അതിനുശേഷം അവളുടെ അമ്മയെ സമാനപ്പെടുത്താൻ വേണ്ടി അവളും പുറകെ ചെല്ലുമ്പോഴാണ് ഇത് കാണുന്ന സോങ് ആണ് സാധാരണ കൂളായിട്ടിരിക്കുന്ന ഇവളുടെ അമ്മ എന്തിനാ ഈ കാര്യത്തിന് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞ് അവനൊരു സംശയം വരും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Look at me sometimes like all you want to do is run.